ഹലോ എവരി വൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സി-ടെറ്റ്, കെ-ടെറ്റ്, HSA, സെറ്റ്, HSST, നെറ്റ് തുടങ്ങി വിവിധ കോച്ചിംഗ് രംഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ടോസ് അക്കാഡമി ഇന്ന് സെറ്റ് മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു ടിപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ എക്സാം ആകുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസിലൂടെ ഏതെല്ലാം തിയറി പാർട്ടുകൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പേഴ്സ് റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ലീനിയർ ഓൾജിബ്ര ആൻഡ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്, ഈ 4 പേപ്പേഴ്സിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസും ആ പ്രോബ്ലംസിലൂടെ അതിൻ്റെ കൺസെപ്റ്റ് പറയുന്ന തിയറി പാർട്ടുകളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബ്ലംസ് കഴിയുമ്പോഴും അതിൻ്റെ തിയറി നിങ്ങൾ പഠിക്കുക, ദെൻ അത് മോഡലുള്ള പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം പ്രോബ്ലംസ് കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമേ തന്നെ നമുക്ക് ലീനിയർ ഓൾജിബ്രയിലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. സോ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. x+2y = 1, 2x+ay = 1. ആ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് സിസ്റ്റത്തിന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഓഗ്മെൻ്റൽ മെട്രിക്സ് എഴുതാം. ഓഗ്മെൻ്റൽ മെട്രിക്സ് ആദ്യമേ തന്നെ കോഎഫിഷ്യൻസ് എഴുതുക. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ദെൻ ഇതിൻ്റേത് 2, ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡ് 1, ദെൻ ഇത് 2, ഇത് A, റൈറ്റ് സൈഡ് 1. സോ ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇതിനകത്ത് ഈ പാർട്ട് എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് ടു ദ മെട്രിക്സ് A. ഓക്കെ, ദെൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ബിനെയും, അതായത് ഓഗ്മെൻ്റൽ മെട്രിക്സിൻ്റെ റാങ്കിനെയും റാങ്ക് ഓഫ് എയിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, അതായത് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആ സിറ്റുവേഷൻ ആണ് അല്ലേ. സോ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ദെൻ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിക്കഴിഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, സിസ്റ്റത്തിന് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ദെൻ ദാറ്റ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ, ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി അല്ലേ. ആ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ഈ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആവണം. അപ്പം നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന സ്റ്റെപ്പ്. അപ്പം നമുക്ക് എങ്ങനെ റാങ്ക് കണ്ടുപിടിക്കാം, ഇതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കാം അല്ലേ. സോ റെഡ്യൂസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സെക്കൻഡ് റോ R2നെ R2 - 2R1 ചെയ്യാം. ഓക്കെ, R2 - 2R1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ആദ്യത്തെ റോയ്ക്ക് ഒരു വ്യത്യാസം ഇല്ലത് അങ്ങനെ തന്നെ എഴുതും. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് 2 - 2 0 വരും, A - 4 വരും രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 1 - 2 -1 വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് സം ചെയ്യണം ഓരോന്നുമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു -2 വരും, -2 + 2 0 ആവും, ഇത് -4 ആവും, -4 + A -4 ആവും, ഇത് -2 വരും. സോ -2 + 1 -1 വരും. അങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് എഴുതിയത്. ഇതിനകത്ത് ഈ പാർട്ടിൻ്റെ റാങ്കും ഫുൾ പാർട്ടിൻ്റെ റാങ്കും സെയിം ആവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെയിം ആവരുതെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. A - 4 = 0 ആയിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തായിരിക്കണം, 4 ആയിരിക്കും. ഓക്കെ, ഇനി എയുടെ വാല്യൂ 4 വന്നാൽ എന്തായിരിക്കും ആ ഒരു നമ്മൾ എടുത്തതിൻ്റെ ഉദ്ദേശം എന്നൊന്ന് നോക്കി. എയുടെ വാല്യൂ 4 വന്നു കഴിഞ്ഞാൽ 4 - 4 ആവും ഇവിടെ അല്ലേ. സോ 4 - 4 ഇത് 0 ആവും. സോ ഈ ഇത്രയും പാർട്ട്, അതായത് എ എന്ന് പറയുന്ന പാർട്ടിൻ്റെ റാങ്ക് എത്രയായിരിക്കും, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ആകെ ഒരെണ്ണേ ഉള്ളൂ. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ മൊത്തത്തിലുള്ള റാങ്ക് എത്രയായിരിക്കും, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ റാങ്ക് ഓഫ് എ ബി 2 ആയിരിക്കും. സോ ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. അപ്പം നമുക്ക് എ 4 ആയിക്കഴിഞ്ഞാലാണ് ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കൺസിസ്റ്റൻസിയും ഇൻകൺസിസ്റ്റൻസിയും പറയുന്നതും യുണീക്ക് സൊല്യൂഷനും നോ സൊല്യൂഷനും ദെൻ ഇൻഫിനിറ്റ് സൊല്യൂഷൻസും, ഇത്രയും കൺസെപ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റാണിത്. ഇപ്പോൾ നമ്മൾ 2 വേരിയബിൾസിൻ്റെ ചെയ്തത് 3 വേരിയബിൾസ് വരെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം എന്താണെന്ന് നോക്കാം.
ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് ആവശ്യം അല്ലേ. സോ ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐ വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സസ് എന്ന് പറയുക. അതായത് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കേസിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് തന്നെയായിരിക്കും. ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവിടെ എ ട്രാൻസ്പോസ് തന്നെയായിരിക്കും. സോ നമുക്ക് ഡെഫിനേഷനിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് തന്നെയായിരിക്കും ഫോർ ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ ഓർത്തോഗണൽ, ഐഡംപൊട്ടന്റ്, നിൽപൊട്ടന്റ് ഇത്തരം മെട്രിക്സുകളുടെയൊക്കെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, വേഗം തന്നെ ഓർത്തിരിക്കുക. സോ നമുക്ക് അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടൊക്കെ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ചോദിച്ചേക്കുന്നത് അല്ലേ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സ് വന്നിട്ട് അതിൻ്റെ റാങ്ക് ചോദിക്കുക എന്നുള്ളത്. ഒരു മെട്രിക്സ് വന്നിട്ട് അതിൻ്റെ റാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യിക്കാനായിട്ട്? ഈ പൊസിഷനെ 1 ആക്കി മാറ്റുക. ഇവിടെ ഓൾറെഡി 1 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ അതിൻ്റെ താഴേക്കുള്ള രണ്ടെണ്ണത്തിനെ 0 ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരെണ്ണത്തിന് 0 ആക്കേണ്ട കാര്യമില്ല, ഇതിനെ മാത്രം 0 ആക്കിയാൽ മതിയും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ പൊസിഷനിലുള്ള നമ്പറിനെ 1 ആക്കും. ദെൻ എഗെയിൻ ഈ രണ്ട് പൊസിഷൻസ് 0 ആക്കും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പൊസിഷനിലുള്ള നമ്പറിനെ 1 ആക്കും. ദെൻ മേളിലേക്ക് രണ്ടെണ്ണത്തിന് നമ്മൾ 0 ആക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും റോസ് നമുക്ക് ഫുൾ 0s ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. റാങ്ക് ഓഫ് ദ മെട്രിക്സ് നമുക്ക് എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യിച്ച് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് 1 1 2 1 2 3 0 -1 -1 എന്ന് പറയുന്നതാണ് അല്ലേ. സോ ആദ്യം നമുക്ക് ഈ 1നെ 0 ആക്കണം അല്ലേ. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടാണ് കിടക്കുന്നത്. സോ ആ 1നെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? R2 റോ ചേഞ്ച് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് റോയിനെ ഫസ്റ്റ് റോയുമായിട്ട് നമ്മൾ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എന്ത് വരും? ആദ്യത്തെ റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, ലാസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കാൻ പോവാണ്. സോ 1 -1 0, 2 -1 1, 3 -2 1 ഇങ്ങനെയാണ് കിട്ടുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് പൊസിഷൻസിനെ 0 ആക്കുക എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി 1 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? R1നെ R1 + R2 ചെയ്യാം. അതുപോലെ തന്നെ R1നെ R1 - R2 ചെയ്യാം. അതുപോലെ തന്നെ R3യെ R3 gives R3 + R2 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 1 -1 ഒക്കെ 0 ആയി പോയിക്കോളും. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നടുക്കത്തതിന് വ്യത്യാസമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. ദെൻ അത് ആദ്യത്തെ രണ്ടെണ്ണം മൈനസ് ചെയ്യുമ്പോൾ 1 - 0 1, 1 -1 0, 2 -1 1, ദെൻ 0 -1 + 1 0, -1 + 1 0. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് എന്തായി? ഫുൾ 0 ആയി അല്ലേ. സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. സോ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എത്രയായിരിക്കും? നമുക്ക് 2 ആയിരിക്കും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയറിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. റാങ്ക് കണ്ടുപിടിക്കുക, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ടൈപ്സ് ഓഫ് മെട്രിക്സിനെ പറ്റി പഠിക്കുക. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മളോട് മിക്കവാറും തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതൊക്കെയാണ്. നമ്മൾ എന്തായാലും ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഒഴിവാക്കാൻ പാടില്ലാത്ത പോർഷൻസ് ആണ് ഇത്രയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കോംപ്ലക്സ് അനാലിസിസിലെ nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ആണ്. ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിൽ, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം ഉണ്ടാവും. 1 ഒമേഗ² ആയിരിക്കും നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റീസ് ആയിട്ട് വരിക. ഓക്കെ, nth റൂട്ട് ഓഫ് യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടാണ്. nth റൂട്ട് ഓഫ് യൂണിറ്റീസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 + ഒമേഗ² എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 + ഒമേഗ എന്ന് പറയുന്നതിന് എന്തായിട്ട് റിപ്ലേസ് ചെയ്യാം? -ഒമേഗ² ആയിട്ട് റിപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 + ഒമേഗ -ഒമേഗ²⁷ 1 + ഒമേഗയ്ക്ക് പകരം നമുക്ക് -ഒമേഗ² കൊടുത്താൽ -ഒമേഗ² - ഒമേഗ²⁷ എന്ന് വരും. അതായത് -2 ഒമേഗ²⁷ എന്ന് വരും. ദെൻ -7 - 2⁷ എന്ന് പറയുന്നത് 128, ഒമേഗ²⁷ എന്ന് പറയുന്നത് ഒമേഗ⁴. ഓക്കെ, പിന്നെ ഒമേഗ⁴ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. 1
ഒമേഗ ഒമേഗ സ്ക്വയർ ആണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റീസ്. ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് അഗെയിൻ 1 വരും. ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒമേഗ വരും. ഒമേഗ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ വരും. ഇതിനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 6, 7, 8, ദെൻ 9, 10, 11, ദെൻ ഇവിടെ 12, ദെൻ ഇവിടെ 13, ഇവിടെ 14. അപ്പോൾ ഒമേഗ റേസ് ടു 14 എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ് വരിക അല്ലേ. സോ ഒമേഗ റേസ് ടു 14 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് -128 ഒമേഗ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ട് അവിടെ നമ്മൾ പഠിച്ചത് സം ഓഫ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ റിലേഷൻസ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ ഇത്രയും കൺസെപ്റ്റുകൾ മനസ്സിലായി കാണുമല്ലോ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പലവട്ടം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് കോംപ്ലക്സിലെ മോഡുലസ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ ഇതാണ്. x+iy എന്ന് പറയുന്നത് a+ib/a-ib എന്നാണ് പറഞ്ഞേക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. x² + y² അല്ലെങ്കിൽ x² - y² ഒക്കെ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ x+iy മോഡുലസിനെ പറ്റിയാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് രണ്ട് സൈഡിലും മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കാം. ആദ്യമേ തന്നെ എന്താണ് മോഡുലസ് എന്ന് പറയണോ അല്ലേ. മോഡ് x+iy എന്ന് പറയുന്നത് √(x² + y² ആണ്. ഓക്കെ, ദെൻ മോഡ് a+ib എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും? √(a² + b² ആയിരിക്കും. അതുപോലെ തന്നെ മോഡ് a-ib എന്ത് തന്നെയായിരിക്കും? √(a² + -b² എന്നാ വരിക. -b² എന്ത് തന്നെയാണ്? b² തന്നെയാണ്. ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് റൂട്ട് വേണ്ട. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റൂട്ട് പോവും. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോഴും നമ്മൾ റൂട്ട് കളയും. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യാൻ പോവാണ്? മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കാൻ പോവാണ്. സോ മോഡ് x+iy² = മോഡ് a+ib² ഡിവൈഡഡ് ബൈ മോഡ് a-ib² എന്ന് വരും. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് സൈഡിൽ x² + y² ആവും. റൈറ്റ് സൈഡിൽ എന്ത് വരും? രണ്ടും a² + b² തന്നെയാണ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. സോ x² + y² = 1 എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണല്ലോ. സോ മോഡുലസ് എന്നുള്ള കൺസെപ്റ്റ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ആണിത്. സോ മോഡുലസുകൾ സെയിം ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഒരു മോഡുലസ് കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് കോംപ്ലക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന സെക്ഷൻ. ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം? നമുക്കൊരു u എന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ഹാർമോണിക്കിൻ്റെ കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറസ്പോണ്ടിങ് v എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സച്ച് ദാറ്റ് ഇവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ux = vy അതുപോലെ തന്നെ uy = -vx എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ CR ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന v ഇതിനകത്ത് ഏതാണെന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും എന്താണ് നമുക്ക് ഡെറിവേറ്റീവ് എന്ന് നോക്കാം. ux കണ്ടുപിടിക്കുക. ux കണ്ടുപിടിക്കുമ്പോൾ e⁻x cos y വരും. ദെൻ -e⁻y sin x വരും. ദെൻ xyയുടെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ y വരും. ദെൻ uy ചെയ്യുമ്പോൾ എന്ത് വരും? -e⁻x sin y വരും. ദെൻ +e⁻y cos x വരും. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ അത് x ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ux-ഉം vy. കണ്ടീഷൻ ഇതാണ് ux = vy ആകണം അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ എല്ലാത്തിൻ്റെയും 4 ഓപ്ഷൻസിൻ്റെ vy ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അത് ആദ്യത്തെ ux-ഉമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ e⁻x cos y ദെൻ +e⁻y sin x. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ. എന്താണ് കാരണം? ഇവിടെ നമുക്ക്
കിട്ടിക്കുന്നത് മൈനസ് ആണ്, പക്ഷെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പ്ലസ് ആണ്. അപ്പോൾ എന്തായാലും മാച്ച് ആവാൻ പോകുന്നില്ല. സോ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ആൻസർ വരില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. വി വൈ ചെയ്യാൻ പോവാണ്. ഇ റേസ് ടു എക്സ് കോസ് വൈ മൈനസ് ഇ റേസ് ടു വൈ സൈൻ എക്സ്. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2y ഡിവൈഡഡ് ബൈ 2 വരും, അപ്പോൾ പ്ലസ് വൈ വരും. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. വി എക്സ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഇ റേസ് ടു എക്സ് സൈൻ വൈ ദെൻ മൈനസ് ഇ റേസ് ടു വൈ കോസ് എക്സ് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വരെ മാച്ച് ആണല്ലേ. യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ് വേണ്ടത്. അതായത് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും സൈൻ വ്യത്യാസം വരണം. അപ്പോൾ ആദ്യത്തേന് മൈനസ് മാറിയുടെ പ്ലസ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ പ്ലസ് മാറിയുടെ മൈനസ് ആയിട്ടുണ്ട്. ദെൻ അടുത്തത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്തെടുക്കണം, എക്സ് എടുക്കണം അല്ലേ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 2 വരും. സോ പ്ലസ് എക്സ് വരും. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ സൈൻ ചേഞ്ച് വന്നിട്ടില്ല. സോ ഏത് മാച്ച് ആവില്ല, യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയാവില്ല. നമുക്ക് ഓപ്ഷൻ ബിയും ശരിയാവില്ല എന്ന് പറയാം. ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യനിൽ വി വൈ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ ദെൻ പ്ലസ് ഇ റേസ് ടു വൈ സൈൻ എക്സ് യു എക്സ് ഈക്വൽ ടു വി വൈയിൽ ഇവിടെ കണ്ടീഷൻ ശരിയാവുന്നില്ല അല്ലേ. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയി. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ശരിയാവില്ല. യു എക്സ് ഈക്വൽ ടു വി വൈ ആയിട്ട് വരില്ല. സോ അതും എന്തായിരിക്കും, തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. സോ നമുക്ക് ഏതായിരിക്കും, നൺ ഓഫ് ദീസ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. തന്നിരിക്കുന്നതിൽ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഇല്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും ശരിയാകുന്നത് ഏത് ഓപ്ഷനിലാണോ ആ ഓപ്ഷൻ ആയിരിക്കും കറസ്പോണ്ടിങ് യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളോട് ഏതെങ്കിലും തരത്തിലൊക്കെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ CR ഇക്വേഷൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് റിയൽ അനാലിസിസിലെ വളരെ സിമ്പിളും എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ടാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് ബൈ എൻ റേസ് ടു എൻ എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആയിരിക്കും എന്നുള്ള റിസൾട്ട്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ ഓർത്തിരിക്കാം. ഇത് ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ എന്താ തന്നിരിക്കുന്നത്, 1 ആണ്. സോ നമുക്ക് ലിമിറ്റ് എന്തായിരിക്കും ആൻസർ, ഇവിടുത്തെ എക്സിന് പകരം 1 കൊടുത്താൽ ഇ റേസ് ടു 1, അതായത് ഇ ആയിരിക്കും നമുക്ക് ലിമിറ്റിൻ്റെ ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓക്കെ, സോ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലയാണ്. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമുക്ക് 1 പ്ലസ് 1 ബൈ എൻ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് മറക്കാതെ തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. എക്സിനും ഉണ്ട് വൈനും ഉണ്ട്. ഈ 2 സീക്വൻസുകളുടെ ലിമിറ്റുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മുടെ ഡയറക്റ്റ് റിസൾട്ടാണ് എൻ റേസ് ടു 1 ബൈ എൻ എന്ന് പറയുന്ന സീക്വൻസ്. എൻ റേസ് ടു 1 ബൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ഇത് 1ലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. സോ ഇത് വൈ എന്ന് പറയുന്നത് കൺവേർജസ് ടു 1 ആണ്. ഓക്കെ, സോ നമുക്ക് അതെന്തായാലും നമുക്ക് അറിയാവുന്ന റിസൾട്ടാണ്. സോ ഓപ്ഷൻ സിയും നമുക്ക് തെറ്റാന്ന് പറയാം, ഓപ്ഷൻ ഡിയും നമുക്ക് തെറ്റാന്ന് പറയാം. കാരണം വൈ എൻ കൺവേർജസ് ടു 1 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും എന്തായാലും ശരിയായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എക്സെന്നുകളെ പറ്റിയാണ് അല്ലേ. എക്സെന്നുകൾ പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എക്സെന്നിൻ്റെ മേളിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും താഴെ ഒരു ഫാക്ടോറിയൽ ഫംഗ്ഷനുമാണ് അല്ലേ. എക്സെൻ 3 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ ആണ്. നമുക്ക് എന്നിന് 1 2 3 ഒന്ന് കൊടുത്തൊന്ന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യം ഇൻഫിനിറ്റിയിൽ എത്തുന്നത് ഏത് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് നോക്കാം. 3 റേസ് ടു n എന്ന് പറയുന്നത് 3 വരും, 9 then 27 then 81 അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. 243 അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. ദെൻ എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് എഴുതി നോക്കേണ്ടി വരും. എൻ ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ ഇത് 1 വരും, 2 ഫാക്ടോറിയൽ 2 വരും, 3 ഫാക്ടോറിയൽ 6, ദെൻ 4 ഫാക്ടോറിയൽ 24, ദെൻ 5 ഫാക്ടോറിയൽ എത്തുമ്പോഴേക്കും അത് 120, ദെൻ 6 ഫാക്ടോറിയൽ എത്തുമ്പോഴേക്കും 720 വരും. അപ്പം നമ്മുടെ 3 റേസ് ടു 5 എന്ത് വരും, 3 റേസ് ടു 6 എന്ത് വരുന്നു നോക്കി.
ഓക്കെ, നമുക്ക് ഇതുപോലെ എഴുതാം. ഇത് 3^1, 3^2, 3^3, 3^4, 3^5, 3^6, 3^7 ഇവിടെ വരെ മതിയാവും. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം എഴുതുന്നതാണ് കേട്ടോ. ഇത് 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ, ദെൻ 6 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ, ഇനി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏതായിരിക്കും വലുത്. 3n ആണ് വലുതായിട്ട് വരുന്നത് അല്ലേ. പക്ഷേ ഇനി കഴിയും തോറും ഇവിടെ മുതലുള്ള സ്റ്റെപ്പുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3യുടെ പവർ എന്ന് പറയുന്നത് ഫാക്ടോറിയലിനേക്കാൾ ചെറുതായിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇതേ ഇൻറ്റു 3 ആണ് ഇവിടെ വരുന്ന നമ്പർ. പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും? ഇതേ ഇൻറ്റു 8 ആയിരിക്കും. അപ്പോൾ എത്രത്തോളം വലുതായെന്ന് മനസ്സിലാക്കിയല്ലോ. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഒരുപാട് വലുതായി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എഗെയിൻ ഈ നമ്പർ ഇൻറ്റു 3 വരുള്ളൂ. പക്ഷേ ഇവിടെ ഇൻറ്റു 9 വരിക ഫാക്ടോറിയൽ വരുമ്പോൾ. അപ്പോൾ ഇത് ഒരുപാട് വലുതായിപ്പോയി അല്ലേ. സോ ഇനി വരുന്ന സ്ഥലങ്ങളിൽ, അതായത് ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും അത് ഇൻഫിനിറ്റിയിലോട്ട് പോവുക. നമ്മൾ പറയുമ്പോൾ 3n സ്പീഡ് കൂടിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് നമുക്ക് പറയാം ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ എവിടെ മുതലാണിത് വരുന്നത്? ശരിക്കും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 മുതൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഏതായിരിക്കും ആദ്യം ഇൻഫിനിറ്റിയിലേക്ക് എത്തുക? n ഫാക്ടോറിയൽ ആയിരിക്കും ആദ്യം ഇൻഫിനിറ്റിയിലേക്ക് എത്തുക. സോ ഡിനോമിനേറ്റർ ആദ്യം ഇൻഫിനിറ്റിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എന്തായിരിക്കും വരിക? സോ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കായിരിക്കും വരിക. സോ അതെന്തായിരിക്കും? മൊത്തത്തിൽ 0യിലേക്കായിരിക്കും വരിക. സോ xn എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആയിരിക്കും, yn കൺവേർജസ് ടു 1 ആയിരിക്കും. സോ ഓപ്ഷൻ ബിയും തെറ്റായിരിക്കും. ഓക്കെ, ഈ സ്പീഡ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പല പ്രോബ്ലംസ് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഫംഗ്ഷൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിൽ നിന്ന് നമ്മളോട് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ഫോർമുല ഇതാണ്. നമുക്ക് അറിയാം നമ്മുടെ 2 ലൈൻസിൻ്റെ സ്ലോപ്പ് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുന്നത് tan θ is equal to mod m1 minus m2 divided by 1 plus m1 m2 എന്നുള്ളതാണ്. m1 m2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ലൈൻസിൻ്റെ സ്ലോപ്പാണ്. സോ ആദ്യത്തെ ലൈനിനെ നമുക്ക് y is equal to -2x plus 8 എന്ന് എഴുതാം. രണ്ടാമത്തതിനെ y is equal to -1/3x -4/3 എന്ന് എഴുതാം. സോ ആദ്യത്തേൽ ഈ -2 ആണ് m1. സോ m1 is equal to -2. രണ്ടാമത്തേൽ ഈ -1/3 എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സ്ലോപ്പ്. സോ m2 എന്ന് പറയുന്നത് -1/3. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് മോഡ് m1 മൈനസ് m2 -2 -1/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഈക്വൽ ടു -2 പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2/3 എന്ന് വരും. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -5/3 ഡിവൈഡഡ് ബൈ 5/3 എന്ന് വരും. സോ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 1 വരും ആൻസർ. tan θ is equal to 1 വരിക എന്നുണ്ടെങ്കിൽ θ is equal to എത്രയായിരിക്കും? π/4 ആയിരിക്കും. tan π/4 ആണ് നമുക്ക് 1 വരിക. സോ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എത്രയാണ്? π/4 ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഫണ്ടമെൻ്റലിൽ നിന്ന് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല ഓർത്തിരിക്കണം കേട്ടോ. ഐയുടെ പവർ വെച്ചിട്ട്, കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള ഐയുടെ ഇമാജിനറി നമ്പറിൻ്റെ പവർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 3i⁻30 -i⁻90 by 2i - 1 എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഐയുടെ പവറുകൾ കണ്ടുപിടിക്കുക? i⁻30 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു നമ്പർ എന്നും പറഞ്ഞ് എഴുതാൻ പറ്റണം. 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 28 ആണ് അല്ലേ. സോ 28 + 2 എന്ന് എഴുതാം. സോ നമുക്ക് ഇത് ഈ i² ഈക്വലാന്ന് പറയാം. അതായത് 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും 2. സോ i⁻30 എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലാണ്? i² ഈക്വലാണ്. അതായത് -1 ആയിരിക്കും ആൻസർ. ദെൻ i⁻90 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നോക്കണം അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ i⁻90 എന്ന് പറയുന്നത് i⁻3 ഈക്വൽ ആയിരിക്കും. അതായത് ആൻസർ -i ആയിരിക്കും. i³ എന്ന് പറയുന്നത് -i ആണ്. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 i⁻30ക്ക് പകരം നമുക്ക് എത്ര കൊടുക്കണം? -1 മൈനസ് i⁻90ന് പകരം -i ഡിവൈഡഡ് ബൈ 2i - 1.
ഓക്കെ, അപ്പോൾ -3 + i ഡിവൈഡഡ് ബൈ 2i - 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ചിട്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്ന സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോഞ്ചുഗേറ്റ് നോക്കാം. 2i - 1 ആണ് അല്ലേ. 2i - 1ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് -2i - 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം മേളിലും താഴെ. ഇവിടെ -2i - 1 ചെയ്യാം, ദെൻ ഇവിടെ -2i - 1 ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താ വരിക നോക്കി, അങ്ങനെ വരും അല്ലേ. സോ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 + iയും -2i - 1 കൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6i ദെൻ +3 ദെൻ -2i² വരും. -2i² എന്ന് പറയുമ്പോൾ +2 ദെൻ -i ഡിവൈഡഡ് ബൈ താഴത്തത് എന്ത് വരും സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് a - b × a+b ഫോമിലാണ്. അപ്പോൾ നമുക്കത് നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2i × -2i എന്ന് പറയുമ്പോൾ -4i² വരും, അതായത് +4 വരും. i² -1 ആയതുകൊണ്ട് 2i × -1 എന്ന് പറയുന്നത് -2i വരും. -1 × -2i എന്ന് പറയുന്നത് +2i വരും. ദെൻ -1 × -1 എന്ന് പറയുന്നത് +1 വരും. ഓക്കെ, അപ്പം അത്രയും ഓക്കെ ആണല്ലോ. മേളിൽ എന്താ വരിക, 6i - i എന്ന് പറയുന്നത് 5i, 3 + 2 5, താഴെ -2i + 2i പോയി 4 + 1 5 വരും. സോ 5 ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 + i എന്ന് വരും. ആൻസർ ഓപ്ഷൻ സി 1 + i ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഐയുടെ പവറുകൾ മനസ്സിലാക്കുക. ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2i - 1ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 2i + 1 അല്ല, -2i - 1 ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ കോംപ്ലക്സിൽ നിന്നുള്ളത്. അടുത്തത് സീക്വൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. SN എന്ന് പറയുന്ന സീക്വൻസ് n², അതായത് 1², ദെൻ 2², 3², 4², 5², ദെൻ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് അല്ലേ. ദെൻ സീക്വൻസ് SN എന്ന് പറയുന്നതിനെ പറ്റി ചോദിച്ചേക്കുന്നത് ബൗണ്ടഡ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതിനെ ലാസ്റ്റ് ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്ട് ബൗണ്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് വാല്യൂവിൽ നിൽക്കുന്നുണ്ടോ ഇല്ല അല്ലേ. n ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ഇതിങ്ങനെ വലുതായി എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഇത് അൺബൗണ്ടഡ് സീക്വൻസ് ആണ്. ദെൻ ഇത് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടോ, കൺവേർജ് ചെയ്യുന്നില്ല. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ n² എങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്, ഇൻഫിനിറ്റിയിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ SN എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സോ അൺബൗണ്ടഡ് ഡൈവേർജൻറ്റ് സീക്വൻസ് ആണ് നമ്മുടെ SN എന്ന് പറയുന്നത്. ഓക്കെ, വലുതായി ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണ്, ഇത് കൺവേർജ് ചെയ്യുന്നില്ല, ബൗണ്ട് ചെയ്ത് നിൽക്കുന്നില്ല. ഒക്കെയാണല്ലോ സീക്വൻസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതെ, അടുത്ത ക്വസ്റ്റ്യൻ. അതെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സോ ഇത്രയും കൺസെപ്റ്റുകൾ, ലീനിയർ വെച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു, കോംപ്ലക്സ് വെച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചു, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു. ദെൻ റിയൽ അനാലിസിസിലെ കുറേയധികം റിസൾട്ടുകൾ അല്ലെങ്കിൽ കുറേയധികം പ്രോബ്ലംസ് നമ്മൾ കണ്ടു അല്ലേ. സോ ഈ പ്രോബ്ലത്തിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണെന്ന് ഓർക്കാം. ദെൻ അടുത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഈ ഇൻ്റർവെൽ എന്താണെന്ന് ആദ്യമേ തന്നെ നോക്കാം. n-ന് 1 കൊടുക്കുമ്പോൾ -1 മുതൽ 1 വരെയുള്ള ഇൻ്റർവെൽ, n-ന് 2 കൊടുക്കുമ്പോൾ -1/2 മുതൽ 1/2 വരെയുള്ള ഇൻ്റർവെൽ, n-ന് 3 കൊടുക്കുമ്പോൾ -1/3 മുതൽ 1/3 വരെയുള്ള ഇൻ്റർവെൽ. അപ്പോൾ സെൻറ്ററിൽ 0 നിൽക്കുന്നു അല്ലേ. സോ ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് എങ്ങോട്ടേക്കായിരിക്കും വരുന്ന, 0യോടടുത്തായിരിക്കും വരുന്നത് അല്ലേ. സോ ഈ ഇൻ്റർസെക്ഷൻസ്, ഈ ഇൻ്റർവെൽസിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള 0 മാത്രമാണ് നമുക്ക് ഇതിലുണ്ടാവുള്ളൂ, എല്ലാ ഇൻ്റർവെൽസിലും കൂടി ഉണ്ടാവുള്ളൂ. സോ ഇതെല്ലാ ഇൻ്റർവെൽസും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ 0 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സെറ്റ് 0 ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. വേറെ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇതിനപ്പുറമുള്ള
ഏത് പോയിന്റ് ഇപ്പോൾ ഒരു -ε ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു -1/n കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഉള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഇൻ്റർവെൽ പോലും നമുക്ക് ഇൻ്റർസെക്ഷൻ കിട്ടില്ല, 0 മാത്രമേ കിട്ടുള്ളൂ. കാരണം ഏതൊരു ചെറിയ ഇൻ്റർവെൽ എടുത്താലും അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു 1/n കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നാണ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആ 1/n എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസുകളാണ്. ഓക്കെ, 1/n-ൻ്റെ ലിമിറ്റ് പോയിന്റ് 0 ആണ്. 1/n-ൻ്റെ ലിമിറ്റ് പോയിന്റ് ആ 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡിങ് അല്ല. 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് അതിൻ്റെ അകത്ത് ഇല്ലാത്ത കാരണം അത് ക്ലോസ്ഡ് അല്ല. അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം ഈ 1/n വെച്ചിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സെറ്റ് മാത്സിന് വേണ്ടുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ, കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, അതിൽ തുടർന്ന് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെട്രിക്സസ് ആണെങ്കിൽ നമ്മൾ ഓർത്തോഗണലാ പറഞ്ഞോളൂ, ബാക്കിയുള്ള മെട്രിക്സുകളുടെ ജസ്റ്റ് ഡെഫിനിഷൻസ് ആണെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, സോ ഓക്കെ ദെൻ, താങ്ക് യു.